ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആകെ അവിടെ വരുന്നത് എന്താണെന്നറിയും, ഈ കുട്ടിക്ക് ഉറക്കം വരാതെ വരും ടെൻഷനായിട്ട്. എന്താണ് എൻ്റെ ഉമ്മയത് പറഞ്ഞത്, അല്ല എൻ്റെ ഉപ്പയത് പറഞ്ഞത്? ഞാനൊരു റിസബിൾ ആയതുകൊണ്ടാണ്. ഈ കുട്ടി ഒരു റിസബിൾ ആയതുകൊണ്ട് സമൂഹം അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ ഒരു സമൂഹം അംഗീകരിക്കാനും ആളുകൾ അംഗീകരിക്കാനും അതൊക്കെ നിങ്ങളുടെ ചിന്താഗതിയാണ്. അംഗീകരിക്കൂല എന്നുള്ള ആ ഒരു മനോഭാവം നിങ്ങളിലുണ്ടാക്കുന്ന ഏറ്റവും വലിയ ഒരു റേഞ്ചർ. നിങ്ങളുടെ ആളുകൾ അത് പറയും ഇത് പറയും എന്ന് കരുതിയിട്ട് നിങ്ങളുടെ കുട്ടിയുടെ ഭാവി നിങ്ങളായിട്ട് ഇല്ലാതാക്കിയത് പല അവസരങ്ങളും ഉണ്ട്. റിസബിളുള്ള ആളുകൾക്ക് പല അവസരങ്ങളും ഇന്നുണ്ട്. പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. എല്ലാ അവസരങ്ങളും മുന്നിലുണ്ട്. ഉണ്ടായിട്ട് പോലും അവരെ അപ്പോൾ ആദ്യത്തെ എനിക്ക് തന്ന മറുപടി എന്തായി, സാധാ ആളുകളെ പോലുള്ള ഒരു കഴിവ് എൻ്റെ കുട്ടിക്കില്ല. വീണ്ടും ഇത് തന്നെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. എന്നാലും എവിടെയോ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പം ഈ കുട്ടിയുടെ മനസ്സിൽ ചിലപ്പോൾ റിസബിൾ ആണെങ്കിലും പഠന വൈകല്യമുള്ള കുട്ടികളുണ്ടാവും. പഠന വൈകല്യമുള്ള കുട്ടി പഠന വൈകല്യമുള്ള കുട്ടികളുണ്ടാവും. അതൊക്കെ ട്രെയിനിങ് കൊടുത്ത് അത് റെഡിയാക്കി കൊണ്ടുവന്നാൽ ആ കുട്ടീനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ വരുമ്പോഴാണ് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ കുട്ടിയിലുണ്ടാവുക. അത് ചിന്തിക്കാൻ ഇന്ന് പല പാരൻസിനും കഴിയുന്നില്ല. ഇപ്പോഴത്തെ ഒരു ചിന്താഗതി എന്ന് വെച്ചാൽ എന്താണ്, എൻ്റെ കുട്ടീനെ പുറത്തിറക്കി കഴിഞ്ഞാൽ സമൂഹം എന്തു വിചാരിക്കും, അല്ലെങ്കിൽ ചുമരുകൾക്കുള്ളിൽ ഇരിക്കുന്ന കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നും സങ്കടം തന്നെയായിരിക്കും. ഞാനിങ്ങനെ ആയതുകൊണ്ടല്ലേ എൻ്റെ പാരൻസ് പുറത്തിറക്കാത്തത്.